നമസ്കാരം. എൻ്റെ പേര് സിനു ജേക്കബ് വെള്ളിലാങ്കൽ. വീട് കോതമംഗലം രൂപതയിൽ വാഴക്കുളം. ഞങ്ങളുടെ ഇടവകയിലാണ് ബഹുമാനപ്പെട്ട ജോസഫ് കുഴികണ്ണിയിലച്ചിൽ അച്ഛൻ മരണപ്പെട്ടതായിട്ട് വാർത്തകൾ നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാകും. അച്ഛനെക്കുറിച്ചും അതുപോലെ ഇടവകയെക്കുറിച്ചൊക്കെ ഒത്തിരി തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഇതിൻ്റെ പേരിൽ വൈദികരെയും അതുപോലെ സന്യാസത്തെയൊക്കെ ഒത്തിരി അവഹേളിക്കുന്ന രീതിയിൽ ഒത്തിരി നിരീശ്വരവാദികളും അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ ഈ വാർത്ത എടുത്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് കൂടിയാണ് ഞാൻ ഈ മെസ്സേജ് അയക്കുന്നത്. ഞാനൊരു വിദേശ മലയാളിയാണ്. UK ജോലി ചെയ്യുന്നു. അതിലുപരി ദൈവത്തിൻ്റെ കാരുണ്യത്താൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ്. ഇപ്പോൾ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് നാട്ടിലൊരു 3 മാസം 2.5 മാസം ഉണ്ടായിരുന്നു. നാട്ടിൽ തിരിച്ചു വന്നിട്ട് 1.5 മാസമായി. അപ്പോൾ ഞാനൊരു കപ്പലിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ പള്ളിയിൽ പോകാനോ അതുപോലെ ആത്മീയ കാര്യങ്ങൾക്കൊന്നും പറ്റാത്തത് കൊണ്ട് നാട്ടിൽ പോകുമ്പോൾ സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം പരിശുദ്ധ കുർബാനയ്ക്ക് പോകാറുണ്ട്. അങ്ങനെയാണ് ഞങ്ങളുടെ ഇടവകയിലെ വികാരി അച്ഛനെ എന്നും ചെല്ലുന്നൊരു യുവാവെന്ന നിലയിൽ അച്ഛൻ എന്നെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ചില സമയങ്ങളിലൊക്കെ ഞങ്ങൾ പ്രത്യേക പ്രാർത്ഥന ആവശ്യങ്ങൾ അച്ഛനോട് പറയും. അത് പിന്നീട് ഞങ്ങൾ പോലും മറന്നു പോകും ചിലപ്പോൾ ഇങ്ങനെ ഈ കാര്യം പറഞ്ഞിരുന്നു. പക്ഷെ അച്ഛനതൊന്നും മറക്കുന്നില്ല. അച്ഛനത് ഓർത്ത് പിന്നീട് ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, അന്ന് പ്രാർത്ഥിച്ച അന്ന് പോയ കാര്യം എന്തായി എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ ഓർക്കും, ഇത്രയും വലിയ ഇടവകയായിരുന്നിട്ട് ഇത്രയും ആളുകൾ ഉണ്ടായിരുന്നിട്ടും ഞങ്ങളുടെ കാര്യം അച്ഛൻ ഓർത്തല്ലോ. അങ്ങനെ ഒത്തിരി അച്ഛനുമായിട്ട് സന്തോഷമുള്ള ഒത്തിരി നല്ല നല്ല ഓർമ്മകളുണ്ട്. ഒത്തിരി സൗമ്യനായ ഒത്തിരി ശാന്ത സ്വഭാവത്തോടുള്ള അച്ഛനായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ഇടവകയിൽ എനിക്ക് തോന്നുന്നത് 100% ആളുകൾക്കും ഇഷ്ടമായിരുന്നു അച്ഛനെക്കുറിച്ച്. ഒരാൾ പോലും ഒരു മോശം കാര്യം ആരും ഇന്നുവരെ പറഞ്ഞിട്ടും ഉണ്ടാവില്ല, പറയുകയില്ല. ഇപ്പോഴെന്തിങ്ങനെ വന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറയാൻ നമുക്ക് ആർക്കും സാധിക്കില്ല. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ ആത്മാവിനോട് ദൈവം കരുണ കാട്ടട്ടെ. ശരിക്കും ഞാൻ നാട്ടിലില്ലെങ്കിൽ പോലും ഞാനും അതുപോലെ ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ അംഗങ്ങളും ഞങ്ങളുടെ കുടുംബത്തിലെ അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ ഒരംഗം മരിച്ചതുപോലെ വേദന അനുഭവിക്കുന്നവരാണ്. എല്ലാവരും അച്ഛൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത്രയും നാൾ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇനി ഞങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.